വിജയ് സാർ എന്നെ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഹൃദയം ചെയ്തപ്പോൾ വിനീതേട്ടൻ കുറേ പൈസ തന്നിരുന്നു. ഇപ്പോൾ പെരുമാനി ഈ പടം ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു മാല വാങ്ങാൻ അതിന് അമ്മയും കൂടെ ചേർത്തിട്ടാണ് ഒരു കുഞ്ഞൊരു മാല വാങ്ങിയിരിക്കുന്നു. കരയുന്നത് കുറഞ്ഞില്ലേ? കുറഞ്ഞേട്ടാ. പിന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഉണ്ണിക്കണ്ണന് ഗൂഗിൾ പേ നമ്പർ തരുമോ? ഉണ്ണിക്കണ്ണന് എന്തിനാ പൈസ? ആരിൻ്റെയും പൈസ വേണ്ട. ഉണ്ണിക്കണ്ണൻ പണിയെടുക്കാനാവതുണ്ട്, ശരീരമുണ്ട്. ഒരാളിൻ്റെയും 1 രൂപ എനിക്ക് വേണ്ട. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. വികിലെ കപ്പ് മുഖ്യം. ഓൾ ഏരിയയിൽ അയ്യ ഗില്ലിടാ. ഉണക്കൊക്കെ പോലീസുകാരൻ പത്താത്, വേറെ വേറെ വേട്ടക്കാരൻ മുടിഞ്ച തൊട சொல்றா പാപ്പം. ഹായ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കടുത്ത വിജയ ആരാധകനായിട്ടുള്ള ഉണ്ണിക്കണ്ണനാണ്. വെൽക്കം ഉണ്ണിയേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ പുലിക്കളിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലേക്കാണ്. ഭയങ്കര സന്തോഷമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ആൾക്കാരൊക്കെ? മൊത്തത്തിൽ ഒന്നും പറയണ്ട, ഞാനവിടെ എത്തി. എന്താ പറയുക, ആ തൃശ്ശൂർ മൊത്തം ഉണ്ണിക്കണ്ണാന്നൊരു വിളി മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ഒരു ഇതാണ്. അത് നമ്മൾ വിജയ് സാറിനെ കാണാൻ വേണ്ടിയുള്ള പോയതിൻ്റെ ഒരു ശ്രമം, പിന്നെ സിനിമയിൽ അഭിനയിച്ച് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ വിജയ് എന്ന് പറയുന്ന ആക്ടറുടെ ഒരു ഫാനായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി വന്നിട്ടുള്ളത്. അപ്പം എപ്പോഴത്തൊട്ടാണ് ഈ വിജയ് എന്ന് പറയുന്ന ആക്ടറെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ഞാൻ എല്ലാ പടവും ഞാൻ കാണാറുണ്ട്, ചെറുപ്പം തൊട്ടുണ്ട്. ഇപ്പോൾ വിജയ് സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് എനിക്ക് മലയാളവും തമിഴും മാത്രമേ അറിയുള്ളൂ. മറ്റുള്ള ഭാഷയിൽ അഭിനയിക്കണം, എല്ലാ നടന്മാരും എല്ലാ സംവിധായകന്മാരുടെ കൂടെ എല്ലാവരുടെ കൂടെയും അഭിനയിക്കണം. എങ്ങനെയാണ് വിജയോടുള്ളൊരു ഇഷ്ടം? അതിങ്ങനെ ഓരോ വിജയണ്ണൻ്റെ ഓരോ പടം ഓരോ മോട്ടിവേഷനൊക്കെ കണ്ടിട്ടാണ്. ആദ്യം ഇപ്പം വിജയ് എന്ന ആക്ടറെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടല്ലേ, അങ്ങനെ എന്തെങ്കിലും ആണോ? തുള്ളാതെ മനം തുള്ള, അങ്ങനെ ഓരോ പടങ്ങൾ, ഖുഷി, ഭഗവതി, അങ്ങനെ എല്ലാ പടവും ഇഷ്ടമാണ്. എല്ലാ പടവും അങ്ങനെ കണ്ടിട്ട് ഇഷ്ടം തോന്നി. വിജയനെ കാണണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായത്? അത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സർക്കാരിൽ പോയിരുന്നു. പാലക്കാടുള്ള ചന്ദ്രേട്ടൻ എന്നെ വിളിച്ചു, ഇവിടെ കൊല്ലംകോട് പൈലൂർ ചന്ദ്രേട്ടൻ വിളിച്ചു. അങ്ങനെ വേറൊരാളും വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സർക്കാരിൽ പോകുന്നത്. അങ്ങനെയാണ് വിജയ് സാറിനെ ആദ്യം ഞാൻ കാണുന്നത്. പക്ഷേ അന്ന് ബസ്സിൽ പോകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് രാവിലെ പോയിട്ട് കെട്ടിപ്പിടിക്കണം, സംസാരിക്കണമെന്ന്. വിജയ് സാറിനെ ഞാൻ രാവിലെ സെറ്റിൽ പോയപ്പോൾ ഇങ്ങനെ വരുന്നു, അത്രയും ക്രൗഡ് ഇങ്ങനെ വരുന്നു, സൈലൻ്റായിട്ടൊരു മനുഷ്യൻ. എന്നിട്ട് ഞാൻ അങ്ങനെ കണ്ടു. എനിക്കൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ആളൊരു സാധാ ചെയറിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനിരിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ക്രൗഡൊക്കെ അപ്പുറത്ത് ഷൂട്ട് ചെയ്യണം, സെക്യൂരിറ്റി അപ്പുറത്തുണ്ട്. എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരിക. ആ വിജയ് സാർ എന്നെ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു സർക്കാർ പടത്തിൽ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇത്ര അടുത്തായിരുന്നു. വിജയ് സാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. വിജയ് സാർ എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. ഞാൻ കണ്ണിങ്ങനെ തുടയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വൈകിട്ട് വിജയ് സാറിനെ കാണാൻ, സംസാരിക്കും, കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറഞ്ഞു അത്ര ഇതിൽ പോയിട്ട് രാവിലെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പറയുക, സങ്കടമോ സന്തോഷവും കൊണ്ട് നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. ഇപ്പോൾ സ്വപ്നത്തിലൊക്കെ അല്ലെങ്കിൽ ഒരാൾ അടിക്കാനിങ്ങനെ ഓട്ടിച്ചാൽ നമുക്ക് ഓടാൻ കിട്ടില്ലല്ലോ, ആ ഒരു ഇതായിരുന്നു നമുക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഒരു ഇതായിരുന്നു. ഉണ്ണിക്കണ്ണനെ ഏറ്റവും വ്യത്യസ്തനാക്കിയത് വിജയുടെ ഫോട്ടോ കഴുത്തിൽ തൂക്കിയിട്ട് കുറേ വീഡിയോസിലൊക്കെ വരുമായിരുന്നു. ആരാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്? ആരുമല്ല, ഐഡിയ മനസ്സിൽ തോന്നിയത്. ഇങ്ങനെ ഞാൻ ആദ്യം എന്താ വിചാരിച്ചറിയോ, ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മുന്നേ വിഗലിൻ്റെ ഓഡീഷന് പോയി ലിയോയ്ക്ക് പോയിരുന്നു. അതെന്തോ സമയദോഷം കൊണ്ട് കിട്ടിയില്ല. അപ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക, എങ്ങനെ ആലോചിച്ച് തന്നെ മനസ്സിൽ വന്ന ഒരു ആശയമാണ്. അല്ല, അങ്ങനെ ഫോട്ടോ തൂക്കിയത് കൊണ്ട് താൻ വൈറലാവുമെന്ന് അറിഞ്ഞിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? ചേട്ടാ, വൈറലാകാൻ വേണ്ടി ചെയ്തല്ല ചേട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എത്രയോ വലിയ വലിയ പടങ്ങളിൽ 10-17 പടങ്ങൾ ചെയ്തു. അത് വിനീതേട്ടൻ്റെ പടം, മേഘം മൂസ, സുരേഷ് ഏട്ടൻ, ജിബു ജേക്കബ് സാറ്, പിന്നെ തൃശ്ശൂർ പൂരം, ജയേട്ടൻ്റെ പടം, പിന്നെ 80കളിലെ എബിഎംമാർ, അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴിൽ ജയൻ്റവി സാറിൻ്റെ ഒരു പടത്തിൽ ചെറുപ്പോൾ പെരുമാനിയിൽ സണ്ണി വെയിൻ ചേട്ടൻ, ലുക്മേൻ ചേട്ടൻ, വിനയ് പോർട്ടിയേട്ടൻ, പിന്നെ മജൂക്ക. അപ്പം നമുക്കിത് വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല ഏട്ടാ. എങ്ങനെയെങ്കിലും നമ്മളവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഇപ്പം ഞാൻ എല്ലാ കൂലിപ്പണിക്ക് പോവും, പ്രൊഡക്ഷനിൽ പണിക്ക് പോവും.
ഏത് സിനിമ സെറ്റിലും ഉണ്ണിക്കണ്ണൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും. ഇപ്പോൾ ഒരുവിധമുള്ള സിനിമ കുറച്ച് പേരിനെയൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ ഇത് വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല. അല്ല, എൻ്റെ സംശയം ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഉണ്ണിക്കണ്ണൻ ആദ്യമായിട്ട്. അപ്പോൾ അതിനു മുന്നേ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമില്ലേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിൻ്റെ മുന്നേ നമ്മളിങ്ങനെ ചെയ്യണ്ടല്ലോ, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വീട്ടിലിരുന്ന് ആരും ഒന്നും കൊണ്ടുതരില്ല, നമ്മളതിനു വേണ്ടി കഷ്ടപ്പെടണം. ഇപ്പോൾ വിജയണ്ണ രാഷ്ട്രീയത്തിൽ ഇറങ്ങണതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അല്ല, ഈ സർക്കാർ മൂവിയിൽ സാറിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്, വിജയ് സാറിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് കുറേ മുന്നല്ലേ ഏട്ടാ, അന്നൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഇതൊന്നും നമുക്കറിയില്ല. അപ്പം അന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് അവസാനമായിട്ട്, അതായത് അഭിനയം നടത്തുന്നതിന് മുന്നേ ഒന്ന് കാണണം എന്നുള്ളൊരു ആ പടത്തിൽ ഡയലോഗ് ഒന്നും വേണ്ട, ആ സ്ക്രീനിൽ പുറകിലും നിൽക്കണം ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഈ മുടിയും താടിയൊക്കെ ഇങ്ങനെ വളർത്തിയത്. അല്ല, ഈ മുടിയും താടിയും വളർത്തിയാല് ഈ പറഞ്ഞതുപോലെ സിനിമയിൽ കിട്ടുമെന്നല്ല. ഞാൻ വിഗിലിന്റെ പോയിരുന്നു, ലിയോയ്ക്ക് പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തോ കഷ്ടകാലം കൊണ്ട് അത് മാറിപ്പോയി. പിന്നെ ഞാൻ ഒരു ആഗ്രഹിച്ചു, ഈ മുടിയും താടിഞ്ഞ് വെട്ടണമെങ്കിൽ വിജയ് സാറിന് ഇവിടെ ആ സ്ക്രീനിലൊന്ന് അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹം. പിന്നെ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നൊരു ഇത് കേട്ടപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. ഞാൻ മുന്നേ ഇൻസ്റ്റാ റീൽസ് കാണുമ്പോൾ ഒരു റീലില് അമ്മ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് തന്ന് വിടുന്ന ഉണ്ണിക്കണ്ണനെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്? ഈ വീട്ടുകാരൊക്കെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇതിനോടകം തന്നെ ഏകദേശം 10-15 സിനിമകൾ, 17 പടം ചെയ്തു. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ്? സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നം, എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ഫാഷൻ. സിനിമയാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഡ്രസ്സ്, പിന്നെ AC റൂമിൽ കിടക്കാൻ, ഇതൊക്കെ ഒരു അവസരം തന്നാണ്. സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നം, ഒരു ഡ്രീമാണ്. ഇപ്പോൾ സിനിമയിലേക്ക് എങ്ങനെയാണ് ആദ്യ സിനിമയിലേക്ക് എത്തുന്നത്? ആദ്യ സിനിമയിൽ എത്തണമെന്ന് ഞാൻ മധുസാറിൻ്റെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഫസ്റ്റ് താങ്ക് യു പറഞ്ഞ ജയേട്ടൻ്റെ പടത്തിലാണ് ചെറിയൊരു സീനിൽ വന്നത്. പിന്നെ ഏതാണ് പുണ്യാള അഗർബത്തിയിൽ ഒരു ചെറിയൊരിത്, പിന്നെ തൃശ്ശൂർ പൂരത്തിലാണ് ജയേട്ടൻ്റെ ഒപ്പം വന്ന്. അതിൻ്റെ മുന്നും സർവകലാശാല പറഞ്ഞ അങ്ങനെ ഒരു ചെറിയത്. പിന്നെ ആൽബങ്ങളിലൂടെ ഞാൻ വന്നു. ഷിനോദേട്ടൻ, പെരുമ്പാവൂരിലെ ഷിനോദേട്ടനാണ് എന്നെ കൊണ്ടുവന്നത് ആൽബത്തിലൂടെയാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഹൃദയത്തിലാണെന്ന് തോന്നുന്നു. ഹൃദയം വിനീതേട്ടൻ നേരിട്ട് വിളിച്ചാണ്, മറ്റേ ലോറിയിൽ സീനൊക്കെ ഉള്ളത്. അതിലേക്ക് എങ്ങനെ വിനീതേട്ടനായിട്ടുള്ള കണക്ഷൻ എങ്ങനെ? വിനീതേട്ടനെ ഞാൻ ഇവിടെ കൊല്ലങ്കോട് വെച്ച് ആന റോഡിൽ വെച്ചിട്ടാണ് പരിചയം. സെറ്റിൽ വെച്ച് പിന്നെ അങ്ങനെ മനോഹരത്തിൽ പരിചയം. അങ്ങനെയാണ് എന്നെ ഹൃദയത്തിലേക്ക് വിളിക്കുന്നത്. ഹൃദയത്തിലേക്ക് വിനീതേട്ടൻ നേരിട്ട് വിളിക്കുക. എന്താ പറഞ്ഞു? വിളിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ എന്തെങ്കിലും ചെറിയൊരു പോർഷനുള്ളൂ, അടുത്ത പടത്തിൽ വലുതേരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിനീതേട്ടനും വിളിച്ചാൽ മതി, വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം പറഞ്ഞ് അങ്ങനെ പോയത്. ഹൃദയത്തിലെ സെറ്റിൽ എന്തെങ്കിലും ഒരു ഹൃദയത്തിലെ സെറ്റിൽ ഭയങ്കര ഒരു അനുഭവമായിരുന്നു സത്യം. ഞാൻ എൻ്റെ വെള്ളമുണ്ട് ഇങ്ങനെ ഒപ്പുവെക്കുമായിരുന്നു, ബാക്കിൽ ഇങ്ങനെ തൊട്ടിട്ട് അപ്പുവേട്ടൻ പ്രണവേട്ടൻ എന്നെ കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാനവിടെ പുറത്ത് നിൽക്കുമ്പോൾ ചേട്ടാ ഭക്ഷണം ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറേ അനുഭവമുണ്ട്. പിന്നെ വിനീതേട്ടനായിട്ടും അവിടെയൊക്കെ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എല്ലാ പടത്തിലും വർക്ക് ചെയ്യുന്ന പോലെ ആ പടത്തിൽ ഹൃദയത്തിൽ ഞാൻ ഒരുപാട് സന്തോഷമായിരുന്നു. നല്ലൊരു AC റൂം. ഞാൻ ആദ്യമായിട്ട് കിടന്നു പോണ ടൂറിസ്റ്റ് ബസ്സിൽ ഹൃദയത്തിൽ പോയിട്ടാണ് ഞാനങ്ങനെ വലിയ ബസ്സിൽ അങ്ങനെ കിടന്നു പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പെരുമാനി സിനിമയുടെ റിലീസ് സമയത്ത് ചേട്ടനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇത്ര ധൈര്യം കിട്ടിയത്? ആ പടത്തിൽ സണ്ണി ചേട്ടനുണ്ട്, ലുക്മാൻ ചേട്ടനുണ്ട്, വിനീ പോർട്ടേട്ടൻ, മജൂക്ക. അതിൽ അഭിനയിക്കുമ്പോൾ നല്ല ബാക്കി ആർട്ടിസ്റ്റും ഡയറക്ടറും എല്ലാവരും സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾ ഫ്രീ സമയത്ത് ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ വിനീ പോർട്ടേട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, സണ്ണി ചേട്ടൻ്റെ അടുത്ത് ഇവരൊക്കെ പറഞ്ഞു ഉണ്ണിക്കണ്ണ നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. പിന്നെ വിനീ പോർട്ടേട്ടനും ചേട്ടനൊക്കെ പറഞ്ഞു എല്ലാ വർക്കും നോക്കണം, സിനിമ സമയമാകുമ്പോൾ ശരി ഒരു കല്യാണം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു അനിയനെ പോലെ ചേർത്ത് പിടിച്ച് സപ്പോർട്ടായി. അതേപോലെ വിനീതേട്ടനും ആദ്യം കാണാൻ പോയപ്പോൾ വർക്ക് നോക്കണം, വീട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് സിനിമ സമയം വരും പറഞ്ഞു. അതേപോലെ എല്ലാവരും സപ്പോർട്ടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫ്രീ സമയത്തൊക്കെ സംസാരിച്ച് എപ്പോഴും ഭയങ്കര ഒരു സന്തോഷമായിട്ട് ആ പടം ചെയ്ത. ഹൃദയം ചെയ്തപ്പോൾ എനിക്ക് പൈസ വിനീതേട്ടൻ
കുറേ പൈസ തന്നിരുന്നു. അതന്നു വീട്ടിലേക്ക് പൈസ കൊടുത്തു. അതുപോലെ പെരുമാനം ചെയ്തപ്പോഴും ഇതൊക്കെ നമ്മളൊരു വീട്ടിൽ എന്നെ ഒരു കുടുംബത്തെ പോലെ ഒരു അനിയനെ പോലെ എല്ലാവരും ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ നമ്മൾ ഒന്നിന് റിവ്യൂ പറയാനല്ല. അപ്പോൾ ഒരു ഡയറക്ടർ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ രാവിലെ 4 മണിക്കോ 5 മണിക്കൊക്കെ പോയി രാത്രി 9-10 മണി വരെ ഷൂട്ട് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട്, അതുപോലെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാരൊക്കെ വെളുപ്പിന് 3 മണിക്കൊക്കെ എണിച്ച് രാത്രി 9-10 മണി എല്ലാവരും കഷ്ടപ്പെടും പടത്തിൻ്റെ ക്രൂ. അപ്പോൾ നമ്മൾ റിവ്യൂ പറയാൻ എനിക്കറിയില്ല. അതാണ് എൻ്റെ അന്നം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്, ഡ്രസ്സ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പെരുമാനി ഈ പടം ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു മാല വാങ്ങാൻ അത് അമ്മയും കൂടെ ചേർത്തിട്ടാണ് ഒരു കുഞ്ഞൊരു മാല വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അതാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുടുംബമാണ്. അതിന് റിവ്യൂ പറയാനില്ല. അത് പെരുമാനി പടത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ട് സന്തോഷത്തിൽ ഡാൻസ് കളിച്ചാണ്. അല്ലാണ്ട് ഞാൻ ഒരു പടത്തിന് റിവ്യൂ പറയാൻ ഞാൻ പൂലേക്ക് അറിയില്ല റിവ്യൂ പറയാം. ഉണ്ണിക്കണ്ണൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള കാര്യം എന്താണ്? പേടിയായിട്ടുള്ളത് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടാ. ഓരോ ആൾക്കാർ ഫോൺ ചെയ്യുന്നുണ്ട്, വിളിച്ചിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുക, എന്താണ് നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ്റെ ഗൂഗിൾ പേ നമ്പർ തരുമോ എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ ഉണ്ണിക്കണ്ണന് എന്തിനാ പൈസ? ആരിൻ്റെയും പൈസ വേണ്ട. ഉണ്ണിക്കണ്ണൻ പണിയെടുക്കാൻ ആവതുണ്ട്, ശരീരമുണ്ട്. ഉണ്ണിക്കണ്ണൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ഒരാളിൻ്റെയും 1 രൂപ എനിക്ക് വേണ്ട. അങ്ങനെയുള്ള കുറേ പേടികളുണ്ട് ഇപ്പം ഉണ്ട്. എന്തിനാ നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും പിന്നെ മംഗലം ഡാമിൽ ഒത്തൊരുമ എൻ്റെ വീട്ടുകാരും പിന്നെ എൻ്റെ തിരുവനന്തപുരത്തുള്ള മൻസൂർ, ഇവരൊക്കെ നമ്മൾ അത്രയും വീണ് ഒരു ചളിക്കുണ്ടിൽ കിടക്കുമ്പോൾ നമ്മളെ ചളിക്കുണ്ടിൽ താന്നു പോകാതിരിക്കും കൈ പിടിച്ചിട്ട് പൊക്കിക്കൊണ്ടുവന്ന് നമ്മൾ വീഴാതെ. അന്ന് നമ്മൾ ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കളും രക്ഷപ്പെട്ടിട്ട് വരുന്ന സുഹൃത്തുക്കളുണ്ട്. സങ്കടത്തിലും കണ്ണുനീരിലും നമ്മൾ പട്ടിണിയിലും പരിവട്ടത്തിലും നമ്മൾ വരുന്ന സുഹൃത്തുക്കളുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലും എന്ന് നിങ്ങൾ മരിച്ചാലും മനസ്സിൽ പോവാതെ മനസ്സിലുണ്ടാകണം എപ്പോഴും. അപ്പോൾ എന്തായാലും ഇനി ഒരു ഗെയിം സെഗ്മെൻറ്റിലേക്ക് പോവാം. ഞാൻ കുറച്ച് വിജയുടെ ചിത്രം കാണിക്കും, അത് ഏത് സിനിമയാണെന്നും അതിലൊരു ഡയലോഗും. ഓക്കെ, ആദ്യത്തെ ബിഗിൽ. ബിഗിൽ ഇത് ഏത് ക്യാരക്ടറായിരുന്നു? ക്യാരക്ടർ നെയിം അറിയാം? അത് രാജപ്പൻ. രാജപ്പൻ. എന്തെങ്കിലും ഡയലോഗ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഡയലോഗ് ബിഗിലെ കപ്പ് മുഖ്യം. ഓക്കെ. ഗില്ലി ഗില്ലി. ഓൾ ഏരിയയിൽ അയ്യ ഗില്ലിടാ തെറി. നമ്മുടെ അറ്റ്ലി സാർ അറ്റ്ലി സാർ തെറിയുടെ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഉണ്ട്, ചെറുതായിട്ടുള്ളൂ. இந்த கொலை யார் பண்ணன்னு தெரியல, இது சிலப்போ அந்த பொண்ணோட அண்ணனாகாம், அண்ணன் ஒரு போலீஸ் ഓഫീസറാകാം, அந்த போலீஸ் ഓഫീസർ വിജയ് കുമാർ പോലും ആയിരിക്കണം. അടുത്ത മൂവി വിജയണ്ണ മാസ്റ്റർ ലോകേഷ് സാർ. മാസ്റ്ററിലെ ഏതൊരു ഡയലോഗ്? முடிஞ்ச தொட சொல்றா பாப்போம். വേട്ടക്കാരൻ. ഉണക്കൊക്കെ പോലീസുകാരൻ പത്താത്, വേറെ വേറെ വേട്ടക്കാരൻ. ഓക്കെ, അപ്പോൾ സെഗ്മെന്റ് വൈൻഡപ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത്രയും വർഷത്തെ ലൈഫ് പഠിപ്പിച്ചൊരു പാഠം എന്താണ്? ലൈഫ് പഠിപ്പിച്ചത് ചിരിച്ച് കാണിക്കണവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരാളിപ്പോൾ ചിരിച്ച് കാണിക്കണ പറഞ്ഞാൽ നമ്മളെല്ലാവരും അല്ല, ചിരിച്ച് കാണിക്കണവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കണം എന്ത് ചെയ്യണം? നമ്മളൊന്നും ഉള്ളു തുറക്കരുത്. ഉള്ളു തുറക്കുമ്പോൾ അവരതൊക്കെ കേട്ട് സഹതാപം പോലെ അപ്പുറത്ത് പോയിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ട് അത് എങ്ങനെയെങ്കിലും നമ്മുടെ ചെവിയിലേക്ക് തന്നെ അത് കറങ്ങി വരും. അപ്പോൾ നമ്മുടെ ഉള്ളു പെടയും. ആരിനെയും നമ്മൾ ഒരുപാട് നമ്മുടെ എന്ത് പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ഉണ്ടായിക്കോട്ടെ, മറ്റൊരാളുടെ അടുത്ത് പുറമേ ഉള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആരുടെ അടുത്തും അങ്ങനെ പറയരുത്. അത് നമുക്ക് അത്രയും വിശ്വാസമുള്ള നമ്മുടെ ചങ്ക് പോലുള്ളവരിനെ കൊണ്ട് പറയാം. ബാക്കി ആരിനെ കൊണ്ടും നമ്മുടെ സങ്കടമോ വിഷമോ, പിന്നെ നമ്മൾ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാലും ഓരോ ആൾക്കാർ വന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. പിന്നെ പൊക്കി പൊക്കി പറയണവരിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറ്റവും കുറവും പറഞ്ഞു തരുന്നവരെ നമ്മൾ പേടിക്കണ്ട. നമ്മളെ പൊക്കി പൊക്കി പറയുമ്പോൾ അതിലെന്തോ ഒരിതുണ്ട് നമ്മളതും ചിന്തിക്കണം.
പിന്നെ ആരിനെ കൊണ്ടും നമ്മൾ എന്ത് സങ്കടം വന്നാലും എന്ത് വിഷമം വന്നാലും എല്ലാവരിനെ കൊണ്ടും ചിരിച്ചു കാണിക്കാൻ പറയരുത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോവുക. 1000 കുടത്തിൻ്റെ വായി കെട്ട ഒരു മനുഷ്യൻ്റെ വായി കെട്ടാൻ പറ്റില്ല. എവിടെയും നമ്മൾ പോയിട്ട് 1000ൻ്റെ അടുത്ത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നാൽ നമ്മളത് പറയാം. നമ്മുടെ കാര്യങ്ങൾ മാത്രമായിട്ട് നേരെ പോവുക. നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രം. കരയുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. കരയാറുണ്ട് അല്ലേ? ഇഷ്ടംപോലെ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ കരയുമ്പോഴൊക്കെ ദൈവം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തരുമ്പോൾ ഇവനത് കൊടുത്തു കഴിഞ്ഞ് ഇവനെ കറക്റ്റ് അത് കൊണ്ടുപോകുമോ. പിന്നെ ദൈവം നമ്മളെ പരീക്ഷിക്കും. എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം കേട്ടോ, പെട്ടെന്ന് പോയി വാങ്ങിക്കഴിഞ്ഞാൽ ആ സാധനം ഒന്ന് കഴിച്ചു, അല്ലെങ്കിൽ അത് കുറച്ച് നോക്കി അതിന് വിലയുണ്ടാവില്ല. അപ്പോൾ നമ്മളത് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ആ സാധനം വാങ്ങുമ്പോൾ നമുക്കതിനൊരു വിലയുണ്ടാവും. പിന്നെ ആ സാധനം താഴെ ഇടാണ്ടോ നമുക്കത് പൊന്നുപോലെ നോക്കി നമ്മൾ കൊണ്ടുപോകും. അതിനാണ് ദൈവം പരീക്ഷിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾക്കൊരു കഷ്ടപ്പാട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കരഞ്ഞ് എൻജോയ് ചെയ്തോ. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ എത്തിപ്പെടും പറഞ്ഞ് നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നോ, പിന്നെ ആ കണ്ണീരൊക്കെ നിങ്ങൾക്ക് പുഞ്ചിരിയായി മാറും. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പായിട്ട് തരും. അവസാനം കരഞ്ഞതെപ്പോഴാ? ഏറ്റവും അവസാനം കരഞ്ഞത് ഇപ്പോൾ വെളിയിറങ്ങുമ്പോൾ ഉണ്ണിക്കണ്ണ പറഞ്ഞ സെൽഫി എല്ലാവരും വന്ന് എടുക്കുമ്പോൾ ആകെ ഞാൻ ഇന്നാൾ പുലിക്കളി കഴിഞ്ഞിട്ട് വന്നപ്പോഴും ആ ബസ് സ്റ്റോപ്പിലിരുന്ന് ഒരുപാട് കരഞ്ഞു കേട്ടാ. അതൊരു സന്തോഷത്തിലുള്ള ഒരു ആനന്ദ കണ്ണീരായിരുന്നു. അതല്ലാണ്ട് ഇമോഷണലി കരഞ്ഞതെപ്പോഴാ അവസാനമായിട്ട്? ഇമോഷണൽ ഓരോരോ വർക്കില്ലാണ്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ സങ്കടപ്പെട്ട് അങ്ങനെ കുറേ കരഞ്ഞിട്ടുണ്ട്. ഇപ്പം കരച്ചിലിൻ്റെ, അതായത് കരയുന്നത് കുറഞ്ഞില്ലേ? കുറഞ്ഞേട്ടാ, കുറഞ്ഞൊന്നുമല്ല. ഇപ്പം എന്താ പറയുക, ജീവിതം വഴിമുട്ടി നിന്ന ജീവിതം എനിക്ക് എൻ്റെ ദൈവം നമ്മുടെ ആഗ്രഹം ഇറങ്ങി തിരിച്ചത് ദൈവം തന്നെ. അത് സങ്കടമില്ലാണ്ട് എനിക്ക് എൻ്റെ വിജയ് സാറിനെ കാണാനുള്ളൊരു അവസരം. അതൊരു വിജയ് ഫാനിനുപരി സിനിമയിൽ അഭിനയിക്കുക, അതെ സിനിമയിൽ ജീവിക്കുക. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അതില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആരാധനായിട്ട് നിന്നുകൊണ്ട് സിനിമകളിൽ അഭിനയിക്കുക, എല്ലാ സിനിമകളിലും വർക്ക് ചെയ്യുക, എല്ലാത്തിലും. ഭയങ്കര പാവമാണോ ഉണ്ണിക്കണ്ണൻ എന്നുള്ള വ്യക്തി? പാവമെന്ന് വെച്ചാൽ ഞാൻ ലൈഫിൽ ഇങ്ങനെയാണ് ഇപ്പം എങ്ങനെയാണ് അതേപോലെ തന്നെ എപ്പോഴും. ഓക്കെ, എന്തായാലും സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ വരട്ടെ. താങ്ക് യു.